ചലച്ചിത്ര വിഭാഗം അവാർഡുകൾ പ്രത്യേക ജൂറി പരാമർശം. അഭിനയം കൃഷ്ണൻ, ചിത്രം ജൈവം, ശില്പവും പ്രശസ്തിപത്രവും. വയോധികനായ ഗാന്ധിയന്റെ മനോവേദനകളെ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചതിന്. 2 അഭിനയം KR ഗോകുൽ, ആടുജീവിതം, ശില്പവും പ്രശസ്തിപത്രവും. മരുഭൂമിയിലെ ദുരിതപൂർണമായ അതിജീവന ശ്രമങ്ങളെ സ്വാഭാവികമായി അവതരിപ്പിച്ച് പ്രധാന കഥാപാത്രത്തോടൊപ്പം തന്നെ മികവ് പുലർത്തിയതിന്. 3 അഭിനയം സുധി കോഴിക്കോട്, ചിത്രം കാതൽ, ശില്പവും പ്രശസ്തിപത്രവും. ഉള്ളിലൊതുക്കിയ ആത്മസംഘർഷങ്ങളും അരക്ഷിതാവസ്ഥയും നിശബ്ദവും നിയന്ത്രിതവുമായി പകർത്തുന്ന ഭാവാവിഷ്കാര മികവിന്. പ്രത്യേക ജൂറി അവാർഡ് ചിത്രം ഗഗനചാരി, നിർമ്മാതാവ് അജിത് കുമാർ സുധാകരൻ, സംവിധായകൻ അരുൺ ചന്തു. 25,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും. പരീക്ഷണോന്മുഖമായ സമീപനത്തിലൂടെ ഭാവികാല പശ്ചാത്തലത്തിലുള്ള ഭാവനയെ ആക്ഷേപഹാസ്യരൂപേണ അവതരിപ്പിച്ച നൂതനമായ പരിശ്രമത്തിനാണ് പ്രത്യേക ജൂറി അവാർഡ്. സ്ത്രീ ട്രാൻസ്ജെൻഡർ ശാലിനി ഉഷാദേവി, ചിത്രം എന്നെന്നും 50,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും. മനുഷ്യന്റെ അനശ്വരതയെ സംബന്ധിച്ച് ദാർശനിക അന്വേഷണങ്ങളെ ഭാവി സൂചകമായ പ്രമേയത്തിലൂടെ അവതരിപ്പിച്ച സംവിധാന പാടവത്തിന്. 6 മികച്ച വിഷ്വൽ എഫക്ട്സ് ആൻഡ്രൂ ഡിക്രൂസ്, വിശാഖ് ബാബു, 2 ആൾക്കാർ. ചിത്രം 2018 എവരിവൺ ഈസ് എ ഹീറോ, 25,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും. മഹാപ്രളയത്തിന്റെ ഭീതിജനകമായ കഥാന്തരീക്ഷത്തെ പുനഃസൃഷ്ടിച്ച യാഥാർത്ഥ്യ പ്രതീതിയുള്ള ദൃശ്യ പ്രഭാവ നിർമ്മിതിക്കാണ് പ്രത്യേക അവാർഡ്. മികച്ച കുട്ടികളുടെ ചിത്രം നേരത്തെ തന്നെ പറഞ്ഞു, നിലവാരമുള്ള എൻട്രികൾ ഇല്ലാത്തതിനാൽ ഈ വിഭാഗത്തിൽ അവാർഡ് നൽകിയിട്ടില്ല. മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ റസാഖ്, ചിത്രം തടവ്, 1,00,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും. നവാഗതരെ അണിനിരത്തിക്കൊണ്ട് വികാരതൃഷ്ണമായ ഒരു പ്രമേയത്തെ ലളിതമായും കൈയൊതുക്കത്തോടെയും ആവിഷ്കരിച്ച സംവിധാന മികവിന്. 9 ജനപ്രീതിയും കലാമേന്മയുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ് ആടുജീവിതം. നിർമ്മാതാവ് വിഷ്വൽ റൊമാൻസ്, സംവിധായകൻ ബ്ലസ്സി. നിർമ്മാതാവിന് 1,00,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും. സംവിധായകൻ 1,00,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും.